നമസ്കാരം. മിഡി സ്റ്റൗറിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ. ഹജ്ജ് അപേക്ഷയ്ക്കുള്ള സമയപരിധി ഈ മാസം 30 വരെ നീട്ടി കേന്ദ്രം. നടപടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആവശ്യം പരിഗണിച്ച്. കേരളത്തിൽ നിന്ന് കൂടുതൽ പേർക്ക് അവസരം ലഭിച്ചേക്കും. ഒമാനിലെ ഇന്ത്യൻ എംബസിയിൽ പണം തട്ടൽ സംഘം, ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. വ്യാജ ഫോൺ കോളുകളിൽ വീഴരുതെന്ന് അധികൃതർ. തട്ടിപ്പ്, പാസ്പോർട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്ന വ്യാജേന. ഖത്തറിൽ വൻ ഉപ്പ് കമ്പനി വരുന്നു. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് ഖത്തറും തുർക്കിയും. ധാതുക്കളും ലവണങ്ങളും നിർമ്മിക്കും. കയറ്റുമതിയും ലക്ഷ്യം. هايم في سماك ولا نزل على الأرض أرضك موطنا أرضك موطنا. വനാഭമായ ആഘോഷങ്ങളോടെ സൗദി ദേശീയ ദിനാഘോഷം. കൾച്ചറൽ സെന്ററുകളിലും മാളുകളിലും സന്ദർശക തിരക്ക്. ആഘോഷത്തിൽ പങ്കെടുത്തു മലയാളികൾ. ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിന് നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ബോംബാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഖുബൈസി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലബനാനിലേക്കും ഇസ്രായേലിലേക്കുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. എയർ ഇന്ത്യയും ഗൾഫ് വിമാന കമ്പനികളും ഉൾപ്പെടെ 12 കമ്പനികളാണ് സർവീസ് റദ്ദാക്കിയത്. ഏറ്റവും അവസാനമായി നമ്മളിപ്പോൾ കണ്ട ദൃശ്യം മറായ ഇന്റർനാഷണൽ നെറ്റ്വർക്കിന്റെ എഡിറ്ററായ ഫാദി ബോദിയ എന്ന മാധ്യമപ്രവർത്തകന് നേരെയുണ്ടായ ഒരു ബോംബാക്രമണമാണ്. ഒരു ലൈവ് ഷോയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ബോംബാക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണത്തിൽ ഫാദി ബോദിയക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയുണ്ടായി. ഇത്തരത്തിൽ നിരവധി വ്യോമാക്രമണങ്ങൾ ലബനാനിലെ ബെയ്റൂത്തിലും അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിലുമായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബെയ്റൂത്തിൻ്റെ തെക്കൻ മേഖലയിലുള്ള ദാഹിയ പട്ടണത്തിൽ ഒരു കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഏറ്റവും അവസാനം 6 പേർ കൊല്ലപ്പെട്ടത്. 15 പേർക്ക് ഇവിടെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നതിനനുസരിച്ച് ഹിസ്ബുള്ളയുടെ മിസൈൽ വിഭാഗം കമാൻഡറായ ഇബ്രാഹിം മുഹമ്മദ് ഖുബൈസിയെ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഈ കമാൻഡർമാരെ ലക്ഷ്യമിട്ട ഈ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരിൽ ഒരാളാണ് മിസൈൽ സിസ്റ്റംസ് കമാൻഡർ കൂടിയായ ഇബ്രാഹിം മുഹമ്മദ് ഖുബൈസി. ഇത് പക്ഷേ ഇപ്പോഴും ഹിസ്ബുള്ള ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഇന്ന് മാത്രം 558, ഇന്നും ഇന്നലെയുമായി 558 പേർ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് ലബനാൻ ആരോഗ്യ മന്ത്രി ഫിറാസ് അബിയാദ് നേരത്തെ അറിയിച്ചത്. 1835 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ 50 കുട്ടികളും 94 സ്ത്രീകളും ഉൾപ്പെടുന്നതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഇത് സിവിലിയന്മാർക്ക് നേരെയുള്ള വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ലബനാനിൽ ഇസ്രായേൽ സേന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. 4 ആരോഗ്യ പ്രവർത്തകരുണ്ട്. UNHCRൻ്റെ 2 വളണ്ടിയർമാർ ഈ കൂട്ടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ ദഹിയയിലുണ്ടായ ആക്രമണത്തിൽ ദൃക്സാക്ഷികൾ പറയുന്നത് വളരെ ദാരുണമായ സംഭവമാണ്. മനുഷ്യ ശരീരം പലയിടങ്ങളിലായി ചിന്നിച്ചേറിക്കിടക്കുന്ന കാഴ്ചകളാണ് ദഹിയയിൽ നിന്ന് കാണാൻ സാധിച്ചത് എന്ന് പറയുന്നുണ്ട്. തെക്കൻ ലബനാനിന് നേരെയുള്ള വ്യോമാക്രമണം വളരെ ശക്തമായി തന്നെ ഇസ്രായേൽ സേന ഇപ്പോൾ തുടരുകയാണ്. തിരിച്ച് ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്കും വലിയ തോതിലുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. വടക്കൻ ഇസ്രായേലിലേക്ക് പലതവണയായി ഇന്ന് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായതായിട്ടുള്ള സ്ഥിരീകരണമുണ്ട്. ഇസ്രായേലി സൈനിക റേഡിയോ ഇന്ന് വ്യക്തമാക്കുന്നതനുസരിച്ച് 400ഓളം മിസൈലുകളാണ് ഇന്നിപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത്. വടക്കൻ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ നിരവധി കുടുംബങ്ങൾ വീടൊഴിഞ്ഞ് പോയിരുന്നു. ആ പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും ആളൊഴിഞ്ഞൊരു പ്രദേശമായി മാറിയിരിക്കുന്നു. നിരവധി പേരാണ് ഇസ്രായേൽ കുടുംബങ്ങളാണ് ഈ അധിനിവേശ ഭൂമിയിൽ നിന്നിപ്പോൾ പിന്മാറിയിരിക്കുന്നത്. ഗോലാൻ കുന്നിലേക്കും ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഹൈഫയ്ക്ക് സമീപമുള്ള റോഷ്പിന പട്ടണത്തിലും ഇന്ന് ഈ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ തരത്തിൽ വലിയ തരത്തിലുള്ള സംഘർഷം മേഖലയിൽ തുടരുകയാണ്. ഇസ്രായേലിൻ്റെ വ്യോമാക്രമണമാകട്ടെ ലബനാനിലുടനീളം
തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആക്രമണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതേസമയം ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. MC നാസർ കൂടി ചേരുന്നു. നാസർ, ഇവിടെ ഈ കൂട്ടക്കുരുതിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു ലബനാൻ. അതേ സമയത്ത് തന്നെ ഈ യുദ്ധവ്യാപനം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? വിഷയത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ വരുന്നു? എന്തൊക്കെ ഇടപെടലുകൾ ഉണ്ടാവുന്നു? തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ പ്രതിസന്ധി തീർക്കാൻ അല്ലെങ്കിൽ യുദ്ധവ്യാപനം അവസാനിപ്പിക്കാനുള്ള എല്ലാ നടപടിയും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് ഔദ്യോഗികമായി തന്നെ ബൈഡൻ അറിയിച്ചിരിക്കുന്നത്. US ഭരണകൂടത്തിൻ്റെ പ്രതികരണവും ആ സ്വഭാവത്തിൽ തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ഇസ്രായേലിനെ ഏതെങ്കിലും അർത്ഥത്തിൽ നിന്ന് ഈ യുദ്ധവ്യാപ്തിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതിൽ നിന്ന് തടയാനുള്ള ശക്തമായിട്ടുള്ള നടപടിയൊന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. മാത്രമല്ല കൂടുതൽ സൈന്യത്തെ മേഖലയിലേക്ക് അയക്കാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. യുദ്ധക്കപ്പലുകൾ പുതുതായി തന്നെ ഈ മേഖലയിലേക്ക് വരുന്നു. അപ്പോൾ യുദ്ധസജ്ജമായിട്ടുള്ളൊരു അന്തരീക്ഷം അമേരിക്ക സൃഷ്ടിച്ചു കൊടുക്കുകയും അതേസമയം തന്നെ സമാധാനമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് മറുഭാഗത്ത് വ്യക്തമാക്കുകയും ചെയ്യുന്ന ആ ഒരു ഇരട്ടത്താപ്പിൻ്റെതായിട്ടുള്ള സമീപനമാണ് അമേരിക്ക തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാത്രിയും ഈ സമയത്തും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ദക്ഷിണ ലബനാൻ പ്രദേശങ്ങളിലും മറ്റും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ്റെ നേതാക്കളും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളുടെയും പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ യുദ്ധത്തിന് ഒരു അറുതി വരുത്തിയിട്ടില്ല എങ്കിൽ അത് മേഖലാ യുദ്ധമായിട്ട് മാറാൻ വലിയ തോതിൽ തന്നെ സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യം തടയണമെന്നാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ നിർദ്ദേശിക്കുന്നത്. പക്ഷേ പ്രാക്ടിക്കൽ രംഗത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്പം മുമ്പാണ് നെതന്യാഹുവിൻ്റെ അധ്യക്ഷതയിൽ സുരക്ഷാ സമിതി തെല്ലവീവിൽ യോഗം ചേർന്നത്. ആ യോഗവും കൂടുതൽ ശക്തമായിട്ട് ഈ ആക്രമണവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു ബഫർ സോൺ രൂപീകരിക്കുക, ലബനാനും അതോടൊപ്പം തന്നെ വടക്കൻ ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിലും ആ ബഫർ സോൺ രൂപീകരിച്ചുകൊണ്ട് തങ്ങളുടെ സൈനിക സാന്നിധ്യം അവിടെ ശക്തമാക്കുക എന്നൊരു വലിയ ലക്ഷ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കരയുദ്ധത്തിൻ്റെ ഒരു സാധ്യത കൂടി ഇസ്രായേൽ ആരായുന്നുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ ഗസയിൽ വെടിനിർത്തൽ നടത്തി ഈ പ്രദേശങ്ങളിൽ ഒരു സംഘർഷത്തിന് വ്യാപ്തി കൂട്ടുക എന്നത് മാത്രമല്ല രണ്ടിടങ്ങളിലും ഒരേപോലെ തന്നെ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഗസയിൽ നിന്ന് കൊല്ലപ്പെട്ടവരുടെ 44 അതും അഭയാർത്ഥികളായിട്ട് കഴിയുന്ന മനുഷ്യർക്ക് നേരെയാണ് ഇന്നും ഈ ആക്രമണം വ്യാപകമായി തന്നെ തുടരുന്നത്. അതുകൊണ്ട് രണ്ട് യുദ്ധവും സമാന്തരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും തങ്ങൾ എന്ത് സൈനിക ലക്ഷ്യം മുന്നിൽ കണ്ടാണോ നീങ്ങുന്നത് അതുമായി യാതൊരു നിലക്കും അതിൽ നിന്ന് പിന്തിരിയാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇന്ന് വൈകിട്ടും ബൈഡൻ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിരോധ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ യോവ് ഗാലന്റ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ അതിലൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യവും എല്ലാ സംവിധാനങ്ങളും തങ്ങൾ ഒരുക്കും എന്ന ഒരു ഉറപ്പാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. അതല്ലാതെ യുദ്ധത്തിന് ഇപ്പോൾ ഈ സംഘർഷത്തിന് ഏതെങ്കിലും അർത്ഥത്തിൽ ലഘൂകരിക്കാനോ അതിനൊരു പരിഹാരം കാണാനോ ഉള്ള ഒരു കാര്യമായിട്ടുള്ള നടപടി ഉണ്ടാവുന്നില്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ വസ്തു. അതുകൊണ്ട് തന്നെ മറ്റൊന്ന് ഈ കൂട്ടപലായനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും അതിന്റെ കണക്കുകളിലേക്കും ആളുകളുടെ ദുരിതം എത്രത്തോളം സാവുന്നു അവരുടെ ലൈഫ് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരേണ്ടതുണ്ട്. നാസിലേക്ക് ഞാൻ തിരിച്ചു വരാം. മുജീബ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. മുജീബ്, ഇവിടെ ഈ മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കനക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിലെ ലബനാൻ സർവീസുകൾ വിമാന കമ്പനികൾ റദ്ദാക്കുന്നത്. അത് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്? എങ്ങോട്ടൊക്കെയുള്ള എത്ര സർവീസുകൾ ഏതൊക്കെ കമ്പനികളാണ് റദ്ദാക്കിയിരിക്കുന്നത്? അതിന്റെ വിശദാംശങ്ങൾ. സംഘർഷം കനക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ലബനാനിലേക്കും ഇസ്രയേലിലേക്കും ചില വിമാന കമ്പനികൾ ഇറാനിലേക്കുമുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. എയർ ഇന്ത്യയും ഗൾഫ് വിമാന കമ്പനികളും ഉൾപ്പെടെ 12 വിമാന കമ്പനികളാണ് ഇപ്പോൾ അവരുടെ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബെയ്റൂത്തിലേക്കും തെല്ലവീവിലേക്കുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ തെല്ലവീവിലേക്കുള്ള വിമാന സർവീസ് റദ്ദാക്കിയിരിക്കുന്നു. ഖത്തർ എയർവേസ്, എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ് തുടങ്ങിയിട്ടുള്ള ഗൾഫിലെ മുൻനിര വിമാന കമ്പനികളൊക്കെയും അവരുടെ ഈ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. അവർ ബെയ്റൂത്തിലേക്കുള്ള സർവീസുകളും അതുപോലെ തെല്ലവീവിലേക്കുള്ള സർവീസുകളും എല്ലാം തന്നെ റദ്ദാക്കിയവയിൽ പെടുന്നുണ്ട്. അതുപോലെ
മറ്റു വിമാന കമ്പനികളും ജർമ്മനിയുടെ ലുഫ്താൻസ, അതുപോലെ തന്നെ എയർ ഫ്രാൻസ്, ഡെൽറ്റ എയർലൈൻസ് തുടങ്ങിയിട്ടുള്ള വിമാന കമ്പനികളും അവരുടെ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഈ ബ്രിട്ടീഷ് പൗരന്മാർ ലബനാനിൽ നിന്ന് ഉടൻ തന്നെ രാജ്യം വിടണമെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ബ്രിട്ടീഷ് പൗരന്മാരെ അവർ ലബനാനിൽ നിന്ന് നാടുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യൻ സ്ഥാനപതി, ബെയ്റൂത്തിലെ റഷ്യൻ സ്ഥാനപതി റഷ്യൻ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് ബെയ്റൂത്ത് വിടണമെന്നുള്ള, ലബനാൻ വിടണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ തരത്തിൽ വലിയ തോതിൽ മറ്റു രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഈ ഒരു സംഘർഷം വലിയ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് അതവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഒരു അമേരിക്കൻ നാവികസേനയുടെ ഒരു കപ്പലിന്, ഈ മിഡിൽ ഈസ്റ്റിൽ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള വാർത്തകൾ CNN വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള നിരവധി സംഘർഷങ്ങളിലേക്ക് ഇത് വ്യാപിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നേരത്തെ ഗസയിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു ആക്രമണം, ഗസയുടെ നേരെ മാത്രം തിരിച്ചിരുന്ന ഒരു ആക്രമണം ഇപ്പോൾ ഒരേ സമയം ഗസയിലും അതോടൊപ്പം തന്നെ ലബനാനിലേക്കും തിരിച്ചിരിക്കുകയാണ്. ഇരുഭാഗങ്ങളിലും വലിയ തരത്തിലുള്ള വ്യോമാക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നാവട്ടെ വലിയ തരത്തിലുള്ള തിരിച്ചടികളും ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ബെന്നി ഗാലന്റ് അദ്ദേഹം പറഞ്ഞത്, ഇസ്രായേലിൻ്റെ മുൻ മന്ത്രിയായിരുന്ന അദ്ദേഹം പറഞ്ഞത്, ഈ ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിലേക്ക്, അതായത് ലബനാനിന് നേരെയുള്ള ഭാഗത്തേക്ക് തങ്ങൾ ഒരു കരയാക്രമണം കൂടി നടത്തേണ്ടുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്, അതിലേക്ക് ഞങ്ങൾ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണെന്നൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ ഇപ്പോഴും വടക്കൻ ഇസ്രായേലിലേക്ക് തുടരുകയാണെങ്കിൽ തങ്ങൾക്ക് കരയാക്രമണത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. ഇത് മേഖല കൂടുതൽ സംഘർഷഭരിതമാകുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത്. ശരി മുജീബ്. നാസർ, ഇവിടെ നമുക്കറിയാം ഗസയിൽ നിന്ന് എത്രത്തോളം പലായനം നടന്നു ഇത്ര കാലത്തിനുള്ളിൽ എന്നുള്ളത് നമുക്കറിയാം. ആളുകൾക്ക് ഈ പലായനം നടത്തി ആളുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ പോലും അവസ്ഥയില്ല എന്നൊക്കെ നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയൊക്കെ അറിയിച്ചതാണ്. അപ്പം ലബനാനിലും ഇത് തന്നെ തുടരുന്നു. ഇത്രയധികം കൊലപാതകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ആക്രമണങ്ങളെ നേരിടാനുള്ള ശക്തിയില്ലാതാവുന്നു, മനുഷ്യർ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥ ഇവിടെയും വരുന്നു. അപ്പം എന്തൊരവസ്ഥയിലേക്കാണ് ഈ ജനങ്ങൾ പോകുന്നത്? അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ എങ്ങനെ എത്തുന്നു? എന്താണ് നിലവിലെ സ്ഥിതി? തന്നെ നമുക്കറിയാൻ സാധിക്കും, ലബനാനെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട കുറേ പതിറ്റാണ്ടുകളായി തന്നെ വലിയ തോതിലുള്ള ആഭ്യന്തര സംഘർഷം, യുദ്ധം, സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം വലിയ തോതിലുള്ള സാമ്പത്തിക തിരിച്ചടി കൂടിയാണ് ലബനാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഒരു പ്രബലമായിട്ടുള്ള ഒരു സൈനിക സംവിധാനം പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് ലബനാൻ. അതുമാത്രമല്ല, അഭയാർത്ഥികളായിട്ടുള്ള ഫലസ്തീൻ അഭയാർത്ഥികളുടെ വലിയ തോതിലുള്ള ഒരു സാന്നിധ്യം കൂടിയുള്ള ഒരു മേഖല കൂടിയാണ് ലബനാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം ഇനിയും അനിശ്ചിതമായിട്ട് തുടരുന്നത്, അല്ലെങ്കിൽ ഇത്രയും വ്യാപ്തിയിലേക്ക് യുദ്ധം കൊണ്ടുപോകുന്ന ഇസ്രായേലിൻ്റെ നടപടി ഈ മേഖലയിൽ വലിയ തോതിൽ അരക്ഷിതാവസ്ഥ രൂപപ്പെടുത്തും. സ്വാഭാവികമായിട്ടും ജോർദാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ആശങ്ക വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അത് കേവലമായിട്ടുള്ള ലബനാൻ ഇസ്രായേൽ അതിർത്തി മേഖലകളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒന്നായിരിക്കുകയില്ല. സ്വാഭാവികമായിട്ടും സിറിയ, അതോടൊപ്പം തന്നെ ഇറാഖ്, യമൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഒരുപക്ഷെ ഇറാൻ പോലും ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ലബനാന് നേരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം. ഇന്നിപ്പം വൈകിട്ട് ഇറാൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. കാരണം ഈ സ്വഭാവത്തിൽ ലബനാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനതയെ കൊന്നൊടുക്കാനാണ് ഇസ്രായേലിൻ്റെ നീക്കമെങ്കിൽ, ഗസയിലെ അതേ തനിയാവർത്തനം തന്നെയാണ് ലബനാന് നേരെ നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ചില പുനരാലോചനകൾക്ക് തങ്ങൾ നിർബന്ധിതരമാകും എന്ന ഒരു പ്രതികരണമാണ് ഇറാൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ സ്ഥിതിഗതികൾ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ മേഖലയിൽ വലിയ തോതിൽ തന്നെ സംഘർഷം രൂപപ്പെടുത്തുക, അതിലൂടെ തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുമെന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനം കൂടിയാണ് ഇസ്രായേൽ നേതാക്കളുടെ പ്രതികരണത്തിലൊക്കെ വരുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരം ആക്രമണങ്ങൾ, ഇത്തരം കൂട്ടക്കുരുതികളൊക്കെ കൂടുതൽ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ, അതോടൊപ്പം തന്നെ പ്രതികരണങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കുമെന്ന് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട കമാൻഡർമാരെ നഷ്ടപ്പെട്ടതിൻ്റെ വലിയ ഒരു ശൂന്യത ഇപ്പോൾ ഹിസ്ബുല്ല അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം അതിശക്തമായിട്ടുള്ള തിരിച്ചടി തുടരുന്നു എന്നതാണ് ഹൈഫക്ക് നേരെയും മറ്റും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ മിസൈൽ ആക്രമണങ്ങൾ തെളിയിക്കുന്നതും. ധന്യ. ശരി, നന്ദി MC നാസർ. മുജീബ് റഹ്മാൻ. പശ്ചിമേഷ്യയെ കൂടുതൽ കലുഷിതമാക്കി ഫലസ്തീനു പിന്നാലെ ലബനാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി UAE. സംഘർഷം അവസാനിപ്പിക്കാനും കൂടുതൽ ജീവഹാനി തടയാനും ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര ശ്രമങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന്
UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളും സന്ധികളും അനുസരിച്ച് സിവിലിയന്മാർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നത് പ്രധാനമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സംഘർഷത്തിനും ഏറ്റുമുട്ടലുകൾക്കും പകരം നയതന്ത്ര മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതയും മന്ത്രാലയം എടുത്തു പറഞ്ഞു. ജോ ബൈഡനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗസ വിഷയം ചർച്ച ചെയ്ത് UAE പ്രസിഡന്റ്. പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൽ ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ് ശാശ്വത പരിഹാരമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. സംഘർഷം അവസാനിപ്പിക്കാൻ സാധ്യമായ എല്ലാം ചെയ്യുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ സംയുക്ത വാർത്താ കുറിപ്പിൽ ഇരു നേതാക്കളും വ്യക്തമാക്കി. UN രക്ഷാസമിതിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം ഗസയിലെ സംഘർഷം അവസാനിപ്പിക്കേണ്ടതുണ്ട്. സമാധാനത്തിനായി ഇരുപക്ഷവും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പാലിക്കണം. ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ് ശാശ്വത പരിഹാരത്തിനുള്ള ഏക മാർഗം. ഇതിന് തടസ്സം നിൽക്കുന്ന ഏകപക്ഷീയമായ എല്ലാ നീക്കങ്ങളിൽ നിന്നും ഇരുപക്ഷവും പിന്തിരിയണം. അറബ് പീസ് ഇനീഷ്യേറ്റീവിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാകേണ്ടത്. ജെറൂസലേമിൻ്റെ ചരിത്ര പദവി നിലനിർത്തുകയും വേണം, സംയുക്ത പ്രസ്താവന പറയുന്നു. ഗസയിലെ മാനുഷിക പ്രശ്നങ്ങളിൽ UAE നടത്തുന്ന ഇടപെടലുകളെ US പ്രസിഡന്റ് പ്രശംസിച്ചു. അടിയന്തര സഹായത്തിനായി കടൽ വഴിയുള്ള ഇടനാഴി സ്ഥാപിച്ചും ആശുപത്രികൾ തുടങ്ങിയും അസാധാരണമായ ഇടപെടലാണ് UAE നടത്തിയത്. പരിക്കേറ്റ സിവിലിയന്മാരെ ഒഴിപ്പിക്കുന്നതിലും അർബുദ രോഗികൾക്ക് പിന്തുണ നൽകുന്നതിലും UAEയുടെ ഇടപെടൽ നിർണായകമായെന്നും ബൈഡൻ ഭരണകൂടം പറഞ്ഞു. ഈജിപ്തിനും ഖത്തറിനുമൊപ്പം ഗസയിൽ US നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ UAE എടുത്തു പറഞ്ഞു. അടിയന്തരമായ വെടിനിർത്തലും ബന്ദിമോചനവും അത്യാവശ്യമാണ്. പശ്ചിമേഷ്യയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന എല്ലാ ഭീഷണികളും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി പരിഹരിക്കേണ്ടതുണ്ട്. ഇരു രാഷ്ട്രങ്ങളും അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും പ്രസ്താവന പറയുന്നു. ദക്ഷിണ ലബനാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സംഘർഷം ഇല്ലാതാക്കാൻ മേഖലയിലെ രാഷ്ട്ര നേതാക്കളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ജോ ബൈഡൻ UAE പ്രസിഡന്റിനെ അറിയിച്ചു. മീഡിയ 1 ദുബായ്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയെന്ന് ആവർത്തിച്ച് ഖത്തർ അമീർ. UN പൊതു അസംബ്ലിയിലാണ് ഗസയിലും ലബനാനിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ അമീർ രൂക്ഷമായി വിമർശിച്ചത്. എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഭക്ഷണവും താമസവും മരുന്നും വരെ ആയുധമാക്കി മാറ്റുന്നു. എല്ലാ വർഷവും ഈ വേദിയിൽ നിന്ന് ഫലസ്തീനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നു. എന്നാൽ എക്കാലവും പ്രശ്നം രൂക്ഷമായി തുടരുകയാണെന്നും അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽദാനി ഓർമ്മിപ്പിച്ചു. ഈ അധിനിവേശം പുതിയ നൂറ്റാണ്ടിലെ അടിമത്തവും അടിച്ചമർത്തലുകളും തുടരുകയാണ്. ഒരു വർഷത്തിലേക്ക് നീളുന്ന ഇസ്രായേലിന്റെ ആക്രമണം തടയുന്നതിൽ അന്താരാഷ്ട്ര സമൂഹവും അന്താരാഷ്ട്ര ഏജൻസിയും തുടർച്ചയായി പരാജയപ്പെടുന്നു. ഏറ്റവും വലിയ മാനുഷിക ദുരന്തമാണ് ഫലസ്തീൻ മേഖലയിൽ നടക്കുന്നത്. യുദ്ധം ലബനാനിലേക്കും വ്യാപിപ്പിച്ചത് ആശങ്കയുണ്ടാക്കുന്നതാണ്. മേഖലയൊന്നാകെ വ്യാപിക്കുന്നത് തടയാൻ ലോകരാജ്യങ്ങളുടെ ശക്തമായ ഇടപെടൽ ആവശ്യമാണെന്നും അമീർ പറഞ്ഞു. മധ്യസ്ഥ ദൌത്യം ഖത്തർ തുടരും. എന്നാൽ സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാക്കുക മാത്രമാണ് പ്രശ്നപരിഹാരമെന്ന് അമീർ വ്യക്തമാക്കി. മീഡിയ 1 ദോഹ. ഹജ്ജ് കമ്മിറ്റിയിൽ ഹജ്ജിന് പോകാനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 30 വരെ നീട്ടി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആവശ്യം പരിഗണിച്ചാണ് സമയപരിധി നീട്ടിയത്. 2025 ഹജ്ജിനുള്ള തയ്യാറെടുപ്പുകൾ സജീവമാക്കുകയാണ് സൗദി ഹജ്ജ് മന്ത്രാലയം. അടുത്ത വർഷം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് പോകാനുള്ളവരുടെ അപേക്ഷാ തീയതിയാണ് നീട്ടിയത്. ഈ മാസം 30 വരെയാണ് തീയതി നീട്ടി നൽകിയത്. കൂടുതൽ സമയം അനുവദിക്കണമെന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളുടെ ആവശ്യപ്രകാരമാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ തീരുമാനം. ഈ മാസം 23 വരെയായിരുന്നു നേരത്തെ നൽകിയ സമയപരിധി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിൽ ഓൺലൈൻ വഴി ഇതുവരെ 18,835 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 12,990 പേർ ജനറൽ വിഭാഗത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ 3,768 അപേക്ഷകളും പുരുഷ തീർത്ഥാടകർ കൂടെയില്ലാത്ത വനിതകളുടെ 2,077 അപേക്ഷകളുമാണ് ലഭിച്ചത്. ഇരുവിഭാഗത്തിനും നറുക്കെടുപ്പില്ലാതെ അവസരം ലഭിക്കും. രാജ്യത്താകെ 1,32,511 പേരാണ് ഹജ്ജിനായി അപേക്ഷ നൽകിയത്. 2024 ഹജ്ജിൽ ഇന്ത്യയിൽ നിന്നും 1,45,000 ഹാജിമാർക്ക് ഹജ്ജ് കമ്മിറ്റിയിൽ അവസരം ലഭിച്ചിരുന്നു. ഇത്തവണ കുറഞ്ഞ അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ സമയം അനുവദിച്ച സാഹചര്യത്തിൽ ഓൺലൈനായി കൂടുതൽ പേർക്ക് അവസരം ലഭിക്കും. മീഡിയ 1 ജിദ്ദ. വർണ്ണാഭമായ പരിപാടികളോടെ ദേശീയ ദിനാഘോഷം ആഘോഷിച്ച് സൗദി കിഴക്കൻ പ്രവിശ്യയും. പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിലായി വ്യത്യസ്ത ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കൾച്ചറൽ സെന്ററുകളിലും മാളുകളിലും കോർണിഷുകളിലും സന്ദർശകരാൽ നിറഞ്ഞു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹവും ആഘോഷത്തിന്റെ ഭാഗമായി. സൗദിയുടെ 94ാമത് ദേശീയ ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ കിഴക്കൻ പ്രവിശ്യയിലും ആഘോഷിച്ചു. തെരുവുകളും പാർക്കുകളും കെട്ടിടങ്ങളും അലങ്കരിച്ചും വർണ്ണവിളക്കുകൾ തെളിയിച്ചും ആഘോഷത്തിന് മാറ്റുകൂട്ടി.
ദമ്മാം, അൽക്കോബാർ, ജുബൈൽ കോർണിഷുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാന ആഘോഷ പരിപാടികൾ അരങ്ങേറിയത്. ഇതിനു പുറമെ വേൾഡ് കൾച്ചറൽ സെന്റർ, ഇത്ര, വിവിധ ഷോപ്പിംഗ് മാളുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ പൈതൃകവും ചരിത്രവും വിവരിക്കുന്ന പ്രദർശനങ്ങൾ, കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പങ്കെടുക്കാവുന്ന മത്സരങ്ങൾ, പ്രാദേശികമായ കരകൗശല വസ്തുക്കളുടെ പ്രദർശനം, വ്യോമ നാവിക അഭ്യാസ പ്രകടനങ്ങൾ, വെടിക്കെട്ട്, കൾച്ചറൽ പരിപാടികൾ തുടങ്ങി നിരവധി ആഘോഷ പരിപാടികളാണ് നാടെങ്ങും അരങ്ങേറിയത്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളും ആഘോഷത്തെ നെഞ്ചേറ്റി. സൗദി ഭരണാധികാരികളുടെ പടങ്ങൾ കൊണ്ടും ദേശീയ ദിനത്തിന്റെ സ്ലോഗൻ കൊണ്ടും വാഹനം അലങ്കരിച്ചും ദേശീയ പതാകയേന്തിയും ഇവർ ആഘോഷത്തിൽ പങ്കാളികളായി. ഞങ്ങളിവിടെ പ്രവാസികളായിട്ട് 10-20 വർഷം കഴിഞ്ഞു. ഈ 20 വർഷവും ഞങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുമെല്ലാം നല്ല രീതിക്ക് കഴിഞ്ഞു. അതിൻ്റെ മുന്നോടിയായിട്ട് ഈ നാഷണൽ ഡേയിൽ ഞങ്ങളാൽ കഴിയുന്ന അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സന്തോഷകരമായ കാര്യമാണ് ഈ വണ്ടിയിൽ ഞങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ ലാഭമോ നഷ്ടമോ ഒന്നും നോക്കിയല്ല, ഈ സൗദിക്ക് അതിനുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രവാസികളായി ഞങ്ങൾ കാണിച്ചു. ഇതിലും കൂടുതലായിട്ട് ഞങ്ങൾ അടുത്ത വർഷം ഇതിലും കൂടുതലായിട്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഇതിലും നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്യും. അതിൽ വളരെ സന്തോഷമുണ്ട്. വലിയ മാറ്റങ്ങൾക്കാണ് സൗദി അറേബ്യ അടുത്തിടെ സാക്ഷ്യം വഹിച്ചത്. അത് അടുത്തറിഞ്ഞവരാണ് വർഷങ്ങളായി സൗദിയിൽ കഴിയുന്ന പ്രവാസികൾ. 43 വർഷമായി സൗദി അറേബ്യയിലാണ്. ഇത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ കൺമുമ്പിലാണ് എല്ലാം എനിക്കതും ഉണ്ടായത്. അൽഹംദുലില്ലാഹ് അല ഖൈർ. സൗദി അറേബ്യയിൽ നിന്നുള്ള എല്ലാ ഇതിനും അനുഗ്രഹം ഇവിടെ നിന്ന് തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് ഈ നാഷണൽ ഡേക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും ഇവിടെയുള്ള എല്ലാ റൂളേഴ്സിനും സകലവിധ ഐശ്വര്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതുതലമുറയും സൗദിയുടെ ആഘോഷത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ഞാൻ ചെറുപ്പം തൊട്ട് ഇവിടെ പഠിച്ചു വളർന്നതൊക്കെ എല്ലാ നാഷണൽ ഡേയും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാനും പറ്റി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി 94th നാഷണൽ ഡേ. ദേശീയ ദിനാഘോഷ പരിപാടികൾ 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കും. നൗഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദി അറേബ്യയിലെ ഇന്ത്യൻ സമൂഹം ഈ രാജ്യത്തിന്റെ പുരോഗതിക്കായി നൽകുന്ന സംഭാവനകൾ ഏറെ വിലമതിക്കുന്നതാണെന്ന് ഖമീസ് മുഷൈദ് അമീർ ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ മുഷൈദ് അഭിപ്രായപ്പെട്ടു. 94ാമത് സൗദി ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ആശംസകളുമായി KMCC പ്രതിനിധികൾ അദ്ദേഹത്തെ സന്ദർശിച്ച വേളയിലായിരുന്നു ഇക്കാര്യം അറിയിച്ചത്. ബഷീർ മുന്നിയൂർ, മുഹമ്മദ് കുട്ടി മാതാപ്പുഴ, സാദി കോഴിക്കോട്, സത്താർ ഒലിപ്പുഴ, അനീഷ് കുറ്റിയാടി തുടങ്ങിയവരായിരുന്നു മുഷൈദിനെ സന്ദർശിച്ചത്. സൽമാൻ രാജാവിന്റെ സഹായനിധിയിൽ നിന്ന് നടപ്പിലാക്കിയ 3000 പദ്ധതികൾ ഇതിനായി ചെലവഴിച്ചത് 26 ബില്യൺ റിയാലിലധികം. 102 രാജ്യങ്ങളിലായാണ് പദ്ധതികൾ നടപ്പിലാക്കിയത്. റോയൽ കോർട്ട് ഉപദേഷ്ടാവ് ഡോക്ടർ അബ്ദുള്ള അൽ റബീഹയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. 2015 സഹായനിധി നിലവിൽ വന്നത്. സൽമാൻ രാജാവിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ. സഹായനിധിയുടെ ഭാഗമായി ഇതുവരെ നടപ്പാക്കിയത് 3000 പദ്ധതികളാണ്. 26 ബില്യൺ റിയാലിലധികം ഇതിനായി ചെലവഴിച്ചു. ഇതുവരെ പദ്ധതികൾ നടപ്പിലാക്കിയത് 102 രാജ്യങ്ങളിലായാണ്. കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ സമ്മിറ്റിൽ സംസാരിക്കവെയാണ് ഡോക്ടർ അബ്ദുള്ള അൽ റബീഹ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സഹായം ആവശ്യമായ മനുഷ്യരെ കണ്ടെത്തുക, അതിനായുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക, കൃത്യമായി സഹായങ്ങൾ എത്തിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത്. യമനിലെ അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള കുഴിബോംബുകൾ നീക്കം ചെയ്യുന്ന സൗദി മൈൻ ആക്ഷൻ പ്രോജക്ട് കേന്ദ്രത്തിന്റെ ശ്രദ്ധേയമായ പദ്ധതികളിലൊന്നായിരുന്നു. പദ്ധതിയുടെ ഭാഗമായി നീക്കം ചെയ്തത് 4,60,000 കുഴിബോംബുകളായിരുന്നു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഒമാനിൽ ഇന്ത്യൻ എംബസിയിൽ നിന്നെന്ന വ്യാജേന പണം തട്ടുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഇമിഗ്രേഷൻ പാസ്പോർട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് വിളിക്കുക. ഔദ്യോഗിക നമ്പറിൽ നിന്നാണെന്ന് തോന്നുന്ന ഈ കോളുകളിൽ വീഴരുതെന്നും എംബസി അറിയിച്ചു. ഒമാനിൽ പല വിധത്തിലാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത്. എംബസിയിൽ നിന്നാണെന്ന് പറഞ്ഞ് ഇന്ത്യൻ പ്രവാസികളുടെ പണം തട്ടുന്നതാണ് പുതിയ രീതി. ഇതിനായി ഇന്ത്യൻ എംബസിയുടെ ടോൾ ഫ്രീ നമ്പറിനോട് സാമ്യമുള്ള നമ്പറിൽ നിന്നാണ് ബന്ധപ്പെടുക. പാസ്പോർട്ട് അല്ലെങ്കിൽ എമിഗ്രേഷൻ കാര്യങ്ങൾ പരിഹരിക്കാൻ പണം ആവശ്യപ്പെട്ടാണ് വിളിക്കുക.
എംബസിയിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിച്ച് പലരും ഇത്തരം തട്ടിപ്പ് ഫോണിൽ വീണതോടെയാണ് എംബസി മുന്നറിയിപ്പുമായി എത്തിയത്. കമ്മ്യൂണിറ്റി വെൽഫെയർ വിംഗ് ഉപയോഗിക്കുന്ന എംബസിയുടെ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറായ 80071234 സാമ്യമുള്ള നമ്പറിൽ നിന്നും കോളുകൾ സൂക്ഷിക്കണമെന്നും ഈ നമ്പറിൽ നിന്ന് ആരെയും എംബസി അങ്ങോട്ട് വിളിക്കില്ലെന്നും വ്യക്തമാക്കി. ജാഗ്രത പാലിക്കണമെന്നും തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യണമെന്നും എംബസി പറയുന്നു. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ഓൺലൈനിൽ അനധികൃത ആയുധങ്ങൾ വിറ്റതിന് ബിദൂനിയെ അറസ്റ്റ് ചെയ്തു. സോഷ്യൽ മീഡിയ വഴി ലൈസൻസ് ഇല്ലാത്ത ആയുധങ്ങൾ പ്രചരിപ്പിക്കുകയും വിൽക്കുകയും ചെയ്തതിനാണ് ബിദൂനിയെ പിടികൂടിയത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രതിയുടെ വീട്ടിൽ നിന്ന് നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തു. തുടർ നടപടികൾക്കായി പ്രതിയെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. 10,000 വിദഗ്ധ തൊഴിലാളികൾക്കായി ഇന്ത്യയിൽ റിക്രൂട്ട്മെന്റ് നടത്തി ഇസ്രായേൽ. പൂനെ ഔന്തിലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് 8 ദിവസം നീണ്ടു നിൽക്കുന്ന റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. റിക്രൂട്ട്മെന്റ് നടപടികൾ നാളെ അവസാനിക്കും. മേൽനോട്ടം വഹിക്കാൻ ഇസ്രായേലിൽ നിന്ന് 12 അംഗ ഉദ്യോഗസ്ഥ സംഘം സെപ്റ്റംബർ 16-ന് ഇന്ത്യയിലെത്തിയിരുന്നു. മാസം 1.32 ലക്ഷം രൂപ ശമ്പളത്തിന് ഇതുവരെ 4,800 ഇന്ത്യക്കാർ ഇസ്രായേലിൽ ജോലിക്ക് ചേർന്നതായി കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. 2023 നവംബറിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിലാണ് റിക്രൂട്ട്മെന്റ്. ഖത്തറിൽ പുതിയ ഉപ്പ് നിർമ്മാണ കമ്പനി തുടങ്ങുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഖത്തർ തുർക്കി സംയുക്ത സംരംഭമായാണ് കമ്പനി ആരംഭിക്കുന്നത്. ക്യൂസാൾട്ട് എന്ന പേരിലാണ് വൻതോതിൽ ഉപ്പ് നിർമ്മാണത്തിന് പുതിയ കമ്പനി വരുന്നത്. ഖത്തറിലെ 2 കമ്പനികളും ഒരു തുർക്കി കമ്പനിയും ചേർന്നുള്ള സംയുക്ത സംരംഭമായാണ് ക്യൂസാൾട്ട്. 70% ഖത്തറി കമ്പനികൾക്കും 30% തുർക്കി കമ്പനിക്കുമാണ് ഓഹരി പങ്കാളിത്തം. ഖത്തറിലെ ഉമ്മൽ ഹലൂലിലാണ് കമ്പനി വരുന്നത്. പാചക ആവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കുമുള്ള ഉപ്പ് ഉൽപ്പാദിക്കുന്നതിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഈ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ഖത്തർ ഊർജ്ജകാര്യ സഹമന്ത്രി സാഷരിദ അൽകാബി പറഞ്ഞു. വൻതോതിൽ ഉൽപാദനം നടത്തുന്നത് വഴി കയറ്റുമതിക്കും ലക്ഷ്യമിടുന്നുണ്ട്. പെട്രോകെമിക്കൽ വ്യവസായത്തിന് ആവശ്യമായ വ്യാവസായിക ലവണങ്ങൾ, ബ്രോമിൻ, പൊട്ടാസ്യം ക്ലോറൈഡുകൾ, ധാതുരഹിത ജലം എന്നിവയും ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കും. മീഡിയ 1 ദോഹ. ലോകത്തെ മികച്ച 10 കമ്പനികളിൽ ഇടം നേടി സൗദി ആരാംകോ. ഗ്ലോബൽ ഫിനാൻസ് മാസിക പുറത്തിറക്കിയ പട്ടികയിലാണ് സൗദി ആരാംകോ 6ാമതെത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ടേൺ ഓവറുള്ള കമ്പനിയായി ആപ്പിൾ തന്നെയാണ് 1ാം സ്ഥാനത്തുള്ളത്. ലോകത്തെ ഏറ്റവും മൂല്യമുള്ള ആഗോള കമ്പനികളുടെ പട്ടികയിൽ ആദ്യ 10-ൽ ഇടം നേടി സൗദി ദേശീയ എണ്ണ കമ്പനിയായ സൗദി അരാംകോ. ഗ്ലോബൽ ഫിനാൻസ് മാസിക തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സൗദി അരാംകോ 6ാം സ്ഥാനം കരസ്ഥമാക്കി. പട്ടികയിൽ ഇടം നേടിയ ആദ്യ 10 കമ്പനികളിൽ 8ഉം US ആസ്ഥാനമായുള്ള കമ്പനികളാണ്. സൗദി അരാംകോയും തായ്വാൻ ആസ്ഥാനമായിട്ടുള്ള തായ്വാൻ സെമി കണ്ടക്ടറുമാണ് മറ്റ് 2 കമ്പനികൾ. $3,387.2 മില്യൺ ആപ്പിൾ 1ാം സ്ഥാനത്തും $3,043.38 മില്യൺ മൈക്രോസോഫ്റ്റ് 2ാം സ്ഥാനവും നിലനിർത്തി. IT കമ്പനിയായ എൻവിഡ $2,649.24 മില്യൺ 3ാം സ്ഥാനത്തും ആൽഫബറ്റ് $1,944.10 മില്യൺ 4ാം സ്ഥാനത്തും ആമസോൺ $1,849.85 മില്യൺ 5ാം സ്ഥാനത്തും എത്തി. മെറ്റ പ്ലാറ്റ്ഫോം, ബെർക്ക്ഷയർ ഹാത്വേ, എലി ലില്ലി തുടങ്ങിയവയാണ് മറ്റു കമ്പനികൾ. മീഡിയ 1 ദമ്മാം. UAE-യിൽ പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവർക്ക് സർക്കാർ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഔട്ട് പാസ് ലഭിക്കുന്നവർക്ക് രാജ്യം വിടാൻ കൂടുതൽ സമയം അനുവദിക്കും. UAE-യിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് പാസ്പോർട്ട് കാലാവധിയുടെ കാര്യത്തിലും ഇളവ് നൽകും. പൊതുമാപ്പിൽ ഔട്ട് പാസ് ലഭിച്ചവർ 14 ദിവസത്തിനകം രാജ്യം വിടണമെന്നായിരുന്നു നിയമം. എന്നാൽ പൊതുമാപ്പ് കാലാവധി അവസാനിക്കുന്ന ഒക്ടോബർ 31 വരെ അവസരം നൽകാനാണ് പുതിയ തീരുമാനമെന്ന് ICP അധികൃതരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിസ നിയമലംഘനത്തിന്റെ പിഴകൾ ഒഴിവാക്കി നിയമവിധേയമായി മടങ്ങുന്നവർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കാനാണ് തീരുമാനമെന്ന് ക്ലയന്റ് ഹാപ്പിനെസ് വിഭാഗം ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ സലീം ബിൻ അലി പറഞ്ഞു. രേഖകൾ ശരിയാക്കി UAE-യിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് നടപടികൾ പൂർത്തിയാക്കാൻ അവരുടെ പാസ്പോർട്ടുകൾ 1 മാസം കാലാവധിയെങ്കിലും ബാക്കിയുണ്ടായാൽ മതിയെന്ന ആനുകൂല്യവും ICP പ്രഖ്യാപിച്ചു. നേരത്തെ പാസ്പോർട്ടിന് കുറഞ്ഞത് 6 മാസമെങ്കിലും കാലാവധി വേണമെന്നായിരുന്നു നിയമം. പാസ്പോർട്ട് പുതുക്കിക്കിട്ടാനുള്ള കാലതാമസം ഒഴിവാക്കി പുതിയ വിസയിലേക്ക് മാറാൻ നിരവധി പേർക്ക് ഈ ഇളവ് അവസരമൊരുക്കും. മീഡിയ 1 ദുബായ്. ആപ്പിൾ പേ ഡിജിറ്റൽ പേയ്മെന്റ് സേവനം ഒമാനിൽ ആരംഭിച്ചു. ബാങ്ക് മസ്കറ്റ്,
സൊഹാർ ഇന്റർനാഷണൽ, സൊഹാർ ഇസ്ലാമിക് ബാങ്ക് ദോഫാൻ എന്നിവയുൾപ്പെടെ ഒമാനിലെ പ്രമുഖ ബാങ്കുകൾ ആപ്പിൾ പേയെ അവരുടെ സേവനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെലികോം ദാതാക്കളായ വോഡഫോണും ആപ്പിൾ പേ വഴി സേവനങ്ങൾക്ക് പണം നൽകാമെന്ന് അറിയിച്ചു. ആപ്പിൾ പേ ഉപയോഗിക്കുന്നതിന് ഉപയോക്താക്കൾക്ക് അവരുടെ ഐഫോൺ, ഐപാഡ്, ആപ്പിൾ വാച്ച് എന്നിവയിലെ വാലറ്റ് ആപ്പിലേക്ക് അവരുടെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ചേർക്കാവുന്നതാണ്. തീപിടുത്ത സാധ്യതയെ തുടർന്ന് ആങ്കർ പവർ ബാങ്കുകൾ തിരിച്ചു വിളിച്ച് കുവൈത്ത് വാണിജ്യ വ്യവസായ മന്ത്രാലയം. നിർമ്മാണ തകരാറിനെ തുടർന്നും പെട്ടെന്നുള്ള റീപ്ലേസ്മെന്റും കണക്കിലെടുത്ത് 5 ബാറ്ററി പ്രൊഡക്റ്റുകളാണ് തിരിച്ചു വിളിച്ചത്. രാജ്യത്തെ സൗദി വാണിജ്യ മന്ത്രാലയവും ഈ പ്രൊഡക്റ്റുകൾ തിരിച്ചു വിളിച്ചിരുന്നു. പവർ ബാങ്കുകൾ അമിതമായി ചൂടാവുകയും തുടർന്ന് തീപിടുത്തത്തിനിടയാവുകയും ചെയ്യുന്നതായി ഉപയോക്താക്കൾ നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നു. സർക്കാർ സേവനങ്ങളുടെ ഏകീകൃത പ്ലാറ്റ്ഫോമായ സഹേൽ ആപ്പിന്റെ ഇംഗ്ലീഷ് പതിപ്പ് വരുന്നു. ആപ്പിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഉടൻ ലോഞ്ച് ചെയ്യുമെന്ന് ഔദ്യോഗിക സഹേൽ അക്കൗണ്ട് പ്രഖ്യാപിച്ചു. എന്നാൽ തീയതി വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ അറബി ഭാഷയിൽ മാത്രമാണ് ആപ്പിൽ വിവരങ്ങളുള്ളത്. ഇത് പ്രവാസികളടക്കമുള്ള അറബ് ഇതര ഭാഷക്കാർക്ക് പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറക്കുന്നത്. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മദ്ഹെ മദീന സമ്മേളനം സംഘടിപ്പിച്ചു. ഷാഹുൽ ഹമീദ് അൻവരി മുഖ്യപ്രഭാഷണം നടത്തി. സലാം കന്നിപ്പാടി അധ്യക്ഷത വഹിച്ചു. ഹനീഫ് TR, അബ്ദുൽ ഹക്കീം തങ്ങൾ അൽ ബുഖാരി, ഡോക്ടർ ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ബഹിരാകാശത്തെ ആരോഗ്യ ഗവേഷണത്തിനുള്ള സുപ്രധാന പദ്ധതി പ്രഖ്യാപിച്ച് മലയാളി ഉടമസ്ഥതയിലുള്ള കമ്പനി. ഡോക്ടർ ഷംസീർ വയലിന്റെ ബുർജിൽ ഹോൾഡിംഗ്സും ആഗോള ബഹിരാകാശ ദൗത്യങ്ങളിൽ മുൻനിരയിലുള്ള ആക്സിയം സ്പേസുമാണ് പങ്കാളിത്തം പ്രഖ്യാപിച്ചത്. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ പ്രഖ്യാപിച്ച പദ്ധതി ബഹിരാകാശത്തെ ഗവേഷണ സഹായത്തോടെ വൈദ്യശാസ്ത്രത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനുള്ള പ്രധാന ദൗത്യമായി മാറും. ന്യൂയോർക്കിലെ ബുർജിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്ലോബൽ ഹെൽത്ത്, ടൈംസ് സ്ക്വയർ എന്നിവിടങ്ങളിലായി നടന്ന ചടങ്ങിൽ ഡോക്ടർ ഷംസീർ വയലിൽ, ബുർജിൽ ഹോൾഡിംഗ്സ് ഗ്രൂപ്പ് CEO ജോൺ സുനിൽ എന്നിവർ പങ്കെടുത്തു. സൗദിയിൽ ഹോട്ടലുകളിലും വില്ലകളിലുമെല്ലാം താമസിക്കുന്നവർ വസ്തുക്കൾ കേടുവരുത്തിയാൽ ഇനി മുതൽ നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ദിവസ വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടങ്ങൾക്കും ഹോട്ടലുകൾക്കും ഇൻഷുറൻസ് ഇതിന്റെ ഭാഗമായി നിലവിൽ വരികയാണ്. താമസത്തിനായി 38 ലക്ഷം താമസമുറികളാണ് നിലവിൽ സൗദിയിലുള്ളത്. യാത്ര ചെയ്യുന്നവർ സൗദിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ദിവസവാടക കെട്ടിടങ്ങളാണ്. ഇസ്തിരാഹകൾ, ശിഖകൾ, വില്ലകൾ, ഹോട്ടൽ മുറികൾ എന്നിവ ഇതിൽപ്പെടും. ഇവിടെ താമസിക്കുന്നവർ നഷ്ടം വരുത്തിയാൽ ഇനി ഇൻഷുറൻസ് കമ്പനിയാകും തുക ഈടാക്കുക. ഇതിനു പുറമെ കെട്ടിടത്തിലുണ്ടാകുന്ന അപകടങ്ങൾ കാരണമുള്ള നഷ്ടത്തിനും ഇതോടെ പരിഹാരമാകും. നഷ്ടത്തിന്റെ തോതനുസരിച്ച് 20 ലക്ഷം റിയാൽ വരെ ഹോട്ടൽ ഉടമകൾക്ക് ഇൻഷൂർ തുകയായി ലഭിക്കും. നിലവിൽ 38 ലക്ഷം വാടക മുറികളാണ് ഇത്തരത്തിൽ സൗദിയിലുള്ളത്. 700 കോടിയുടെ വിറ്റുവരവ് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. വാടക സ്ഥാപന ഉടമകളുടെ സാമ്പത്തിക സുരക്ഷ പരിഗണിച്ചാണ് പുതിയ നീക്കം. നാശനഷ്ടം വരുത്തുന്നവരുടെ വിവരങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇത്തരക്കാർക്ക് ഭാവിയിൽ വാടക കെട്ടിടം ലഭിക്കില്ല. സൗദിയിലെ വാടക മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. ഹോട്ടലുകളിൽ താമസിക്കുന്നവർക്ക് നിലവിൽ മോശം സൗകര്യത്തിന് ടൂറിസം മന്ത്രാലയത്തിൽ പരാതിപ്പെടാനും സൗകര്യമുണ്ട്. മീഡിയ 1 ജിദ്ദ. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 കുവൈറ്റിലെ ഇന്ത്യൻ എംബസിക്ക് അവധി. എന്നാൽ അടിയന്തര കോൺസുലർ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് എംബസി അറിയിച്ചു. എല്ലാ കോൺസുലർ ആപ്ലിക്കേഷൻ സെന്ററുകളും തുറന്നു പ്രവർത്തിക്കും. യൂത്ത് കോൺഗ്രസിന്റെ പോർബന്ദർ ബാക്ക് ടു ഗാന്ധി എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഖത്തറിൽ യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചു. ഖത്തറിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത് സംസാരിച്ചു. IYC ജനറൽ സെക്രട്ടറി മാഷിഖ് മുസ്തഫ സ്വാഗതം പറഞ്ഞു. ചെയർപേഴ്സൺ ഷഹാന ഇല്യാസ് അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ ആശയങ്ങൾക്ക് പുതിയ കാലത്ത് വലിയ പ്രസക്തിയുണ്ടെന്ന് കോൺക്ലേവ് അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് നിർമ്മിക്കുന്ന ലീഡർ K കരുണാകരൻ ഭവൻ നിർമ്മാണ ഫണ്ടിലേക്ക് ഷാർജ ഇൻകാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സമാഹരിച്ച തുക കൈമാറി. പ്രസിഡന്റ് നൌഷാദ് മന്ദങ്കാവിൽ നിന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ തുക ഏറ്റുവാങ്ങി. ഷാഫി പറമ്പിൽ MP സാന്നിധ്യത്തിലാണ് ഫണ്ട് കൈമാറിയത്.
ഇന്ത്യൻ ഫിസിക്കൽ തെറാപ്പി ഫോറം കുവൈറ്റ് ലോക ഫിസിയോതെറാപ്പി ദിനം ആചരിച്ചു. സാൽമിയ മെട്രോ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡോക്ടർ ജുബൽ ഷാ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അനിൽകുമാർ സിംഗ് അധ്യക്ഷനായിരുന്നു. നടുവേദനയുടെ മാനേജ്മെന്റിൽ ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നടന്ന ചർച്ചയ്ക്ക് സൈഫ് അബ്ബാസ്, പ്രൊഫസർ സൗദ് അൽ ഒബൈദി, ഡോക്ടർ ആദിൽ ഇക്ബാൽ എന്നിവർ നേതൃത്വം നൽകി. കുവൈറ്റ് ഫിസിയോതെറാപ്പി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഹാന ഖമീസ് ഫിസിയോതെറാപ്പി ദിന സന്ദേശം നൽകി. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ഇഷ്കെ റസൂൽ പരിപാടി സംഘടിപ്പിച്ചു. മംഗഫ് നജാദ് സ്കൂളിൽ നടന്ന സമ്മേളനം അക്ബർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കെ ബഷീർ അധ്യക്ഷത വഹിച്ചു. അമീൻ മൗലവി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഫ്രൈഡേ ഫ്രണ്ട്സ് ക്ലബ് കുവൈറ്റ് സംഘടിപ്പിച്ച ക്രിക്കറ്റ് ലീഗ് സീസൺ 7-ൽ പവർ ഡിപ്പോ ജേതാക്കളായി. ബഹു ഖലീഫ ഗ്രൗണ്ടിൽ നടന്ന ഫൈനലിൽ FFC ക്രിക്കറ്റ് ക്ലബിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ചായി പവർ ഡിപ്പോയിലെ റാഷിദ് ഇബ്രാഹിം തെരഞ്ഞെടുക്കപ്പെട്ടു. ലൂസേഴ്സ് ഫൈനലിൽ 11 സ്റ്റാർ ജാബിർ അലി ടീമിനെ പരാജയപ്പെടുത്തി. SSST റണ്ണർ ആയി FFC ടീമിലെ റിഫസ് മാലിക്കാണ് ടൂർണമെന്റിലെ മികച്ച താരവും മികച്ച ബാറ്ററും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിക്ക് നാടക പ്രവർത്തകൻ ഷമേജ് കുമാർ ഒരുക്കിയ സമകാലിക പുനരാവിഷ്കരണം ചുവന്ന മാങ്ങ കുവൈറ്റിൽ പ്രദർശിപ്പിക്കുന്നു. ഒക്ടോബർ 11-ന് അഹമ്മദി DPS സ്കൂളിൽ വൈകിട്ട് 5-നാണ് പ്രിവ്യൂ. മാമുക്കോയ അവസാനമായി അഭിനയിച്ച ഹ്രസ്വചിത്രം കൂടിയാണിത്. ഹനീസ് ബഷീർ എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് ഷഹബാസ് അമനാണ്. ഖത്തറിലെ കോഴിക്കോട്ടുകാരുടെ കൂട്ടായ്മയായ മാഗ് ഖത്തർ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 350-ലേറെ പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു. മാഗ് ഖത്തർ പ്രസിഡന്റ് യാസിർ M അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സൗദി ദിനത്തോടനുബന്ധിച്ച് OICC ഹഫർബാത്തിൽ ഘടകം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹഫർബാത്തിൻ സെൻട്രൽ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ വനിതകൾ ഉൾപ്പെടെ നിരവധി പേർ രക്തം നൽകി. പ്രസിഡന്റ് വിപിൻ മറ്റത്ത്, ഡോക്ടർ ഫർഹാദ് ഫിറോസ് എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈനിൽ കേരള നേറ്റീവ് ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സംഗമത്തിൽ M വിൻസെന്റ് MLA മുഖ്യാതിഥിയായി. അടുത്ത മാസം 4-ാം തീയതി സംഘടിപ്പിക്കുന്ന നാടൻ പന്തുകളി മത്സരത്തിന്റെ പോസ്റ്റർ പ്രകാശനം MLA നിർവഹിച്ചു. സ്വീഡനിൽ ഓണാഘോഷം ഗംഭീരമാക്കി പ്രവാസി മലയാളികൾ. തെക്കൻ സ്വീഡനിലെ ഗോതൻബർഗിലാണ് ഓളം എന്ന മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. പാട്ടും പുലികളിയും തിരുവാതിരയും വടംവലി മത്സരവും 100-ലേറെ പേർക്ക് ഓണസദ്യയും ഒരുക്കിയിരുന്നു. അശ്വിനി ജിജോ, KP നിഖിലേഷ്, സൽമാൻ മുഹിദ്ദീൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഖത്തറിലെ സാമൂഹ്യ ജീവകാരുണ്യ മേഖലകളിലെ സജീവ സാന്നിധ്യവും നോബൽ ഇന്റർനാഷണൽ സ്കൂൾ വൈസ് ചെയർമാനും അൽ അൻസാരി ട്രേഡിംഗ് സ്ഥാപകനുമായ ബാപ്പുട്ടി കബീറിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സ്കൂൾ സെക്രട്ടറി VC മഷൂദ് സ്വാഗതം പറഞ്ഞു. ചെയർമാൻ ഹുസൈൻ മുഹമ്മദ് യു അധ്യക്ഷത വഹിച്ചു.